PCOS കാരണം നിങ്ങളുടെ ശരീരത്തിലെ ഹെയർ ഗ്രോത്ത് കൂടിയിട്ടുണ്ടോ? പുറത്തിറങ്ങുമ്പോൾ തന്നെ നിന്റെ മുഖത്ത് എന്താ ഇത്രയും രോമം, നിനക്കെന്താ മീശയുണ്ടോ? ഇങ്ങനത്തെയൊക്കെ കമന്റ്സ് കേട്ട് മടുത്തിരിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. PCOS ഉള്ള സ്ത്രീകൾ ഏറ്റവും അധികം മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ അനാവശ്യ രോമ വളർച്ച. പുറത്തിറങ്ങാൻ പോലും മടിയാവുന്ന ഒരവസ്ഥയിലേക്ക് ഇത് അവരെ കൊണ്ടെത്തിക്കുന്നുണ്ട്. മുഖത്തും പ്രത്യേകിച്ച് താടിയില്, മേൽചുണ്ടില്, വയറ്റിൽ, നെഞ്ചിൽ ഇങ്ങനെയുള്ളിടത്തെല്ലാം കട്ടിയുള്ളതും ഇരുണ്ടതുമായിട്ടുള്ള ഹെയർസ് വളരെ വേഗത്തിൽ വളരുന്ന ഒരവസ്ഥയാണിത്. ഇതിന് കാരണം PCOS ഉള്ളവരുടെ ശരീരത്തിലുള്ള ഉയർന്ന ആൻഡ്രോജൻ ഹോർമോൺസിന്റെ ആക്ടിവിറ്റിയാണ്. സാധാരണ സ്ത്രീകളുടെ ശരീരത്തിലും ആൻഡ്രോജൻ ഹോർമോൺസ് ഉണ്ടാവും. എന്നാൽ PCOS ഉള്ളവരിൽ അവരുടെ ശരീരം ഇതിനോട് സെൻസിറ്റീവ് ആവുകയോ ഈ ആൻഡ്രോജൻ ഹോർമോൺസിന്റെ അളവ് കൂടുതലാവുകയും ശരീരം ഇതിനോട് പ്രതികരിക്കുന്നതിന്റെ തോത് കൂടുകയും ചെയ്യും. ഇതിന് മറ്റൊരു കാരണമാണ് PCOS ഉള്ളവരുടെ ശരീരം അനുഭവിക്കുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന അവസ്ഥ. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവരിൽ ആൻഡ്രോജൻ പ്രൊഡക്ഷൻ കൂടുകയും ചെയ്യും. അപ്പോൾ സാധാരണ കാണാത്ത സ്ഥലത്തും ഈ കട്ടിയുള്ള ഇരുണ്ട രോമങ്ങൾ വളരാൻ തുടങ്ങും. ഇതിനെയാണ് നമ്മൾ ഹിർസുട്ടിസം എന്ന് പറയുന്നത്. ഹൈ ആൻഡ്രോജൻ ലെവൽസും ഇൻസുലിൻ റെസിസ്റ്റൻസും പോലെ തന്നെ ജെനറ്റിക്സും ഈ ഒരു ഹെയർ ഗ്രോത്തിന്റെ കാര്യത്തിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ അമ്മയ്ക്കോ സഹോദരിമാർക്കോ ഇത്തരത്തിലുള്ള അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഹെയർ ഗ്രോത്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഡിങ്ങോ വാക്സിങ്ങോ ഷേവിങ്ങോ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഹെയർ ഇങ്ങനെ ഗ്രോ ആയി വരുന്നതെന്നാണ്. ഇത് വെറും തെറ്റിദ്ധാരണയാണ്. ഇതിന്റെ പിന്നിൽ മേൽപ്പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ്. അതായത് ഇത്തരത്തിലുള്ള ഹെയർ റിമൂവൽ മെത്തേഡ്സ് അല്ല ഹെയർ ഗ്രോത്തിന് കാരണം, മറിച്ച് ഹെയർ ഫോളിക്കിൾസിന് ലഭിക്കുന്ന ഹോർമോണൽ സിഗ്നൽസ് തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വാക്സിങ്ങോ ത്രെഡിങ്ങോ ഷേവിങ്ങോ ഇലക്ട്രോലിസിസോ ചെയ്താലും കുറച്ചു നാളുകൾ കഴിഞ്ഞിട്ട് ഈ ഹെയർ വീണ്ടും വളർന്നു വരുന്നത്. നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോണൽ ഇംബാലൻസും മെറ്റബോളിക് ഡിസ്റ്റർബൻസും തുടരുന്നിടത്തോളം കാലം ഈ ഹെയർ ഗ്രോത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ശരിയായ ട്രീറ്റ്മെന്റ് എടുത്തു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഹോർമോണൽ ബാലൻസ് ശരിയായി വരുന്ന സമയത്ത് ഈ രോമങ്ങളുടെ എണ്ണം കുറയാനും ഗ്രോത്ത് റേറ്റ് കുറയാനുമുള്ള സാധ്യതയുണ്ട്. അതായത് ഓരോ മാസവും ഈ ഷേവിംഗ്, ഹെയർ റിമൂവൽ അല്ലെങ്കിൽ ഇലക്ട്രോലിസിസ് എന്നിവയെ ചുറ്റിപ്പറ്റി ജീവിതം പ്ലാൻ ചെയ്യുന്ന രീതിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും എന്നർത്ഥം. PCOS കാരണം നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നൊന്ന് കമന്റ് ചെയ്യണേ. PCOSനെ സംബന്ധിച്ചുള്ള അറിവുകൾക്ക് വേണ്ടി അക്കൗണ്ട് ഫോളോ ചെയ്യണേ.